ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്നത്തെ ഡേ എന്താണെന്ന് വെച്ചാൽ ചെറിയൊരു ഡേ ഇൻ മൈ ലൈഫ് ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. ഫസ്റ്റ് ടൈമാണ് ഞാൻ ഫുൾ വീഡിയോ ഇടുന്നത്. എന്തോന്നാവും. അപ്പോൾ നമ്മളിതാ രാവിലെ നീച്ച് കുളിച്ചിട്ടൊന്നുമില്ല, ബാഗ് പാക്കിംഗ് പരിപാടിയിലായതും. കാരണം ഞാനൊരു എൻ്റെ ഒരു ഈദ് ഡേ വ്ളോഗിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മളിങ്ങനെ ഒരു ട്രിപ്പ് പോകുന്നത്. അപ്പോൾ ഇന്നാണ് നമ്മൾ ആ ട്രിപ്പ് പോണത്. അപ്പോൾ അതിൻ്റെ ഓരോരോ സാധനങ്ങളൊക്കെ ഇങ്ങനെ എടുത്ത് വെക്കായിരുന്നു. പിന്നെ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഗൈസ് നമ്മുടെ കുളിയും ഡ്രസ്സ് ചേഞ്ച് ചെയ്യലൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതാണ് എൻ്റെ ഡ്രസ്സ് ചെയ്ത് ഞാനൊരു പെരുന്നാളിനെടുത്ത ഡ്രസ്സാണ്. അപ്പോൾ ഗൈസ് നമ്മൾ രണ്ടാമത്തെ ബസ്സിന് കയറിയിട്ടുണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ 3 പേരുണ്ട് കേട്ടോ. അടിപൊളിയായിരുന്നു. നമ്മൾ വല്ല ടൂറിസ്റ്റ് ബസ്സിൽ പോണ പോലെയായിരുന്നു. എല്ലാവരും ലൈൻ ബസ്സിൽ പോകണ്ടായിരുന്നു. നമ്മളെല്ലാവരും ലാസ്റ്റ് സീറ്റിൽ ഇരുന്നിട്ട് അടിപൊളിയായിരുന്നു. ലാസ്റ്റ് ബോയ്സിൻ്റെ സീറ്റിൽ നമ്മൾ ഫാമിലി എല്ലാവരും പാടിയിരുന്നു. അടിപൊളിയായിരുന്നു. പോക്കൊക്കെ നല്ല എൻജോയ്മെൻറ്റ് ഉണ്ടായിരുന്നു ലൈൻ ബസ്സിലായാലും. ഗൈസ് അങ്ങനെ രണ്ടാമത്തെ ബസ് കയറിയിട്ടുണ്ട്. നമ്മൾ പോകുമ്പോഴും വരുമ്പോഴും കൂടുതൽ ലാസ്റ്റ് സീറ്റിലാണ് ഇരുന്നിട്ടുള്ളത്. ചൈലയിലൊക്കെ നമ്മൾ സിംഗിൾ സീറ്റിലാണ് ഇരുന്നത്. അതിൻ്റെ ശേഷം നമ്മൾ ഉഴുന്നുവട കഴിച്ചു. അതിൻ്റെ ശേഷം കുഴിമന്തി കഴിക്കാൻ വേണ്ടി വന്നു. കുറച്ച് പേര് അവിടെ ഇരിക്കുന്നുണ്ട്. അവിടെ സീറ്റില്ലാത്തതുകൊണ്ട് ഞങ്ങൾ 3 പേരും വേറെ സീറ്റിലിരുന്നു ഗൈസ്. അങ്ങനെ യാഫി എന്തൊക്കെ അതിൻ്റെ ഇടയ്ക്ക് പറയുന്നുണ്ട്, ഞാനെന്തൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഗൈസ് പോണ വഴിക്കുള്ള വ്യൂ അത് വേറെ ലെവലായിരുന്നു. കണ്ടില്ലേ, നല്ല പുഴകളും പുഴകൾ മാത്രമേ ഉള്ളൂ. എന്തായാലും അടിപൊളിയായിരുന്നു. അപ്പോൾ നമ്മൾ റിസോർട്ടിലൊക്കെ എത്തിച്ചിട്ടുണ്ട്. റിസോർട്ടൊക്കെ അടിപൊളിയായിരുന്നു ഗൈസ്. നല്ല വലിയ സ്വിമ്മിംഗ് പൂളൊക്കെ ഉണ്ടായിരുന്നു. സ്വിമ്മിംഗ് പൂളിന് വേണ്ടിയിട്ടാണ് നമ്മൾ മെയിനായിട്ട് പോയത്. ബാക്കിലത്തെ വ്യൂ നിങ്ങൾ കരിയൊക്കെയുണ്ട്, അത് വലിയ രസമില്ലെങ്കിലും റൂമൊക്കെ അടിപൊളിയായിരുന്നു ഗൈസ്. ആൻഡ് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ. പിന്നെ നമ്മളൊരു ദിവസം മുഴുവൻ സ്വിമ്മിംഗ് പൂളിലായിരുന്നു. എൻ്റെ ഫോണൊക്കെ മുങ്ങിയിട്ട് ആകെ ഫോണിൻ്റെ ഉള്ളിലേക്കൊക്കെ വെള്ളം കയറിയിട്ട് എനിക്ക് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയിരുന്നില്ല. അപ്പോൾ നമ്മൾ എത്രയോ മണിക്കൂർ വെള്ളത്തിൽ കളിച്ചിരുന്നു. അപ്പോൾ നമ്മൾ പൂളിൽ കറങ്ങാൻ പോകണം. ഡ്രസ്സൊക്കെ ചിന്തിച്ചു. അപ്പോൾ ഗൈസ് ഇതാണ് നമ്മുടെ സ്വിമ്മിംഗ് പൂളിൻ്റെ രാത്രിക്കത്തെ വ്യൂ, ഇതാണ് രാവിലത്തെ വ്യൂ. അപ്പോൾ ഗൈസ് ഞാനിവിടെ വന്നിട്ട് നീന്തൊക്കെ പഠിച്ചു. അത് മുങ്ങി നീന്താം. അങ്ങനെ ഇത് നമ്മൾ പോവാറായപ്പോൾ കളിച്ചതാട്ടോ ഗൈസ്. അടിപൊളിയായിരുന്നു ഗൈസ്. അപ്പോൾ നമ്മൾ രാവിലെ നീച്ച് പൂളിലിറങ്ങി ചായക്ക് കുടിച്ചിട്ടുണ്ട്. കുടിച്ചുണ്ട്. ഇപ്പോൾ 1:30 ആയിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ റൂമിൽ നിന്ന് പോകാൻ നിൽക്കുകയാണ്. എല്ലാവരും അവിടെ നിന്ന് റെഡി ആവുന്നുണ്ട്. അപ്പോൾ എനിക്ക് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല, കാരണം ഇന്നലെ ഫോൺ വെള്ളത്തിലൊന്ന് മുങ്ങി. അപ്പോൾ ഫോണൊന്ന് കംപ്ലൈൻ്റ് ആയി. ഇപ്പോൾ ഒന്ന് ശരിയാവുന്നുള്ളൂ. അപ്പോൾ തന്നെ ഞാൻ ഓടി വന്ന് വീഡിയോ എടുക്കുകയാണ്. ഇന്നലെ രാത്രി പ്രത്യേകിച്ചൊന്നും ഉണ്ടാകുന്നില്ല. വെള്ളത്തിലിറങ്ങി ചോറ് കഴിച്ചു, പിന്നെ കിടന്നിറങ്ങി. ഒന്നിനും പറ്റിയില്ല. പിന്നെ കുറച്ച് നേരം സിനിമാ പേര് കളിച്ചു. എല്ലാവർക്കും വെള്ളത്തിൽ കളിച്ചിട്ട് കൈയും കാലൊക്കെ കടയാണ്. പിന്നെ നമ്മൾ നേരെ പോണത് കടലിലേക്കാണ്. അവിടെ ചെന്നൊന്ന് മുഴുവൻ നോക്കണം, ഒന്ന് കളിക്കണം. ഞങ്ങൾ കടലിൻ്റെ അവിടെ ആയിട്ടോ റൂം ബുക്ക് ചെയ്തിരുന്നത്. അപ്പോൾ അവർ പറഞ്ഞു അതിനേക്കാളും വലുതാണ്, നല്ല വലിയ പൂളൊക്കെ ഇവിടെയാണുള്ളത്, ഇതാണ് നല്ലതെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ എങ്ങോട്ട് പോകുന്നു അതുണ്ടായത്. പിന്നെ നമ്മൾ എല്ലാവരും ഇറങ്ങിയിട്ട് നമ്മൾ കടലിൻ്റെ അവിടെ പോകും. അപ്പോൾ നമുക്ക് കടലെത്തിയിട്ട് കാണാം ഗൈസ്. അപ്പോൾ നമ്മൾ കടലിലോട്ട് നടക്കുകയാണ് ഗൈസ്. അപ്പോൾ നമ്മൾ ഇവിടെ എത്തിയിട്ട് അപ്പോൾ ഗൈസ് നമ്മൾ ഈ റിസോർട്ടിൽ വന്നിട്ട് കുറേ നേരം ഇരുന്നു. ഇപ്പോൾ 3:30 ആയിട്ടുണ്ട്. പിന്നെ കടലൊക്കെ കണ്ടു, നമ്മൾ ക്യാരം ബോർഡൊക്കെ കളിച്ചു. ഇനി നമ്മൾ വീട്ടിൽ പോകണം. അപ്പോൾ ഗൈസ് നമ്മളൊരു ബസ്സിലൊക്കെ കയറി. ആ ബസ്സിൽ നല്ല തിരക്കായിരുന്നു, അതുകൊണ്ട് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല. അങ്ങനെ രണ്ടാമത്തെ ബസ്സിലേറി. അതിൽ നമുക്ക് ലാസ്റ്റ് സീറ്റ് കേട്ടി ഗൈസ്. അപ്പോൾ നമ്മളിതാ വേറെ ബസ്സിലേറിയിട്ട് 3 ബസ് കയറണം. കോട്ടയത്ത് നിന്ന് തിരുവനന്തപുരത്തേക്കുള്ള ബസ് കയറണം. തിരുവനന്തപുരത്ത് നിന്ന് വളാഞ്ചേരിക്കുള്ള ബസ് കയറണം. വളാഞ്ചേരിയിൽ നിന്ന് പട്ടാമ്പിക്കുള്ള ബസ് കയറണം. ഇനി പട്ടാമ്പിന്ന് ആർക്കോട്ടേക്ക് പോകണം. നമ്മൾ ബസ് കയറില്ല, നമ്മൾ ഓടിച്ചു പോകും. പിന്നെ നമ്മൾ അതിൻ്റെ ഇടയ്ക്ക് ഒരു കടയിൽ പോയിട്ട് അതെടുക്കാൻ പറ്റിയില്ല. അപ്പം നമ്മൾ ബസ്സിൽ നിന്ന് ഇറങ്ങി ഇനി ഓട്ടോറിക്ഷയ്ക്ക് പോവുകയാണെങ്കിൽ ഇതൊന്നും വരുമ്പോൾ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. വരുമ്പം
ആ ഇൻട്രസ്റ്റിലായിട്ട് മറന്നു. പക്ഷെ ഇപ്പം ഇൻട്രസ്റ്റ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഓർമ്മ ഉണ്ട്. വീട്ടിലെത്തിച്ച് കാണാം. അപ്പോൾ ഗായ്സ് നമ്മൾ ട്രിപ്പൊക്കെ പോയി വന്നു. അടിപൊളി ട്രിപ്പായിരുന്നു. പ്രത്യേകിച്ചൊന്നുമില്ല, സ്വിമ്മിംഗ് പൂളിൽ കളിക്കാത്തതിന്. അപ്പോൾ നമ്മൾ വന്നിട്ട് നല്ല എണ്ണയൊക്കെ തേച്ച് നല്ല തലയൊക്കെ മസാജ് ചെയ്തപ്പോഴാണ് നമുക്കൊരു സുഖം കിട്ടിയത്. നല്ല തലവേദനയൊക്കെ ആയിരുന്നു. പിന്നെ ഞാൻ വീഡിയോ എടുത്തില്ല, പിന്നെ അങ്ങനെ കിടന്ന് ഉറങ്ങി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും ബൈ ഫ്രം ഐ ആം യാസ്മിൻ.